നീ വരുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ വേറൊരാള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വരുന്നതിന് മുൻപേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയാൻ പോകുന്നത്, അല്ലെ? അപ്പം ഐ വാസ് ഹിയർ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈ വാസിന് പകരം നമ്മൾ ഈ ഹാഡ് ബീനെ ആനയിച്ച് കൊണ്ടുവരും. ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് ചോദിക്കുന്ന പോലെ ഹാഡ് ബീൻ ഇങ്ങനെ വിളിച്ച് 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 കൊണ്ടുവന്ന് അവിടെ നിർത്തണം. അപ്പൊ ഐ ഹാഡ് ബീൻ ഹിയർ ബിഫോർ യു കെയിം എന്നാവും. അപ്പൊ എന്തുകൊണ്ട് അവിടെ വാസ് ഉപയോഗിച്ചില്ല എന്നാണ് സംശയിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്താണ്? നീ വരുന്നതിന് മുൻപ് വേറൊരാള് വന്നു ഇന്നലെ. അപ്പൊ അതും ഒരു പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ അയാൾ വരുന്നതിന് മുൻപേ വന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ആ ആളുടെ ലെവൽ പോരാ, എനിക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകണം. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് പോരാ. ഞാൻ നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് വാസ് പോരാ. എനിക്ക് അല്ലെങ്കിൽ വെറും എന്നെ കെയിം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് എന്ത് വേണം? ഐ ഹാഡ് ബീൻ ഹിയർ എന്ന് തന്നെ പറയണം. സോ ഐ ഹാഡ് ബീൻ ഹിയർ ബിഫോർ യു കെയിം. ഇപ്പൊ ഇതിന്റെ ഗുഡ് ടെൻസ് മനസ്സിലായില്ലേ? അതായത് രണ്ടാൾക്കാർ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ രണ്ടാമത് വന്ന ആളെ കുറിച്ച് പറയുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും? കെയിം എന്നും, ആദ്യം വന്ന ആളിനെ കുറിച്ച് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വാസ് അല്ല ഹാഡ് ബീനും ഉപയോഗിക്കും. ഇത് ഏത് സബ്ജക്റ്റിന്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു നല്ല മനുഷ്യനാണ് ഈ ഹാഡ് ബീൻ. ആരായാലും കുഴപ്പമില്ല, നമുക്ക് ഹാഡ് ബീൻ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളും. ഇനി നീ വന്നപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടതെന്ന് വെച്ചോ. അപ്പൊ എന്ത് പറയും? അവിടെ ഒരു നോട്ട് കൂടെ ചേർക്കും, അല്ലെ? നെഗറ്റീവ് അങ്ങ് ആക്കുക. അപ്പൊ ഷീ ഹാഡിൻ ബീൻ ഹിയർ വെൻ യു കെയിം. നീ വന്നപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഷീ ഹാഡിൻ ബീൻ ഹിയർ വെൻ യു കെയിം. അവസാനം ട്രെയിൻ എത്തുന്നതിന് മുൻപ് നീ ഒരുപാട് നേരം നീ ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നോ? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അല്ലെ? അത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ വേർ യു വെയിറ്റിംഗ് എന്നല്ല, ഹാഡ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ലോങ് ബിഫോർ ദ ട്രെയിൻ ഫൈനലി അറൈവ്ഡ്. അവിടെ എന്തുകൊണ്ടാണ് ട്രെയിൻ അറൈവ്ഡ്? ട്രെയിൻ വന്നു, വളരെ വൈകി വന്ന ട്രെയിൻ ആണ് കേട്ടോ. അപ്പൊ ട്രെയിനും വന്നു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് ഈ ട്രെയിനിന് വേണ്ടി നിങ്ങൾ കുറെ നേരം കാത്തു നിന്നോന്നാ ചോദിക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ വന്നു എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അറൈവ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ വെയിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ കുറെ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അപ്പൊ ഹാഡ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ലോങ് ബിഫോർ ദ ട്രെയിൻ ഫൈനലി